ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ തീർന്ന് നമുക്ക് കുറച്ച് മനസ്സമാധാനമൊക്കെ കിട്ടി അല്ലേ? ഞാനും ഇവിടെ ഹാപ്പി ആയിരിക്കുന്നു. ഇവിടെ അല്ല കേട്ടോ, ഞാനിപ്പോൾ ജർമ്മനിയിലല്ല ഉള്ളത്, ഞാൻ വേറൊരു സ്ഥലത്താണ് ഉള്ളത്. എവിടെയെന്നൊക്കെ വഴിയേ പറയാം. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവുകയാണ്. ആഷിയും അനുവും കൂടെ എന്നെ കൊണ്ടാക്കുന്നത്. എനിക്ക് ഏർലി മോർണിംഗ് 6 മണിക്കാണ് ഫ്ലൈറ്റ്. എനിക്ക് 4 മണി കൊള്ളിച്ച് എയർപോർട്ടിൽ എത്തിയാൽ മതി. പക്ഷേ ആ സമയത്ത് എത്താനുള്ള വണ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ തലേ ദിവസം ഒരു 11:30-12 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സ്പെൻഡാവുന്ന 1:30 ട്രെയിൻ പിടിച്ചാൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എയർപോർട്ടിൽ പോയി ഇറങ്ങാം. ഒരു 45 മിനിറ്റ്സിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ അതിന് തന്നെ അങ്ങോട്ട് പോയി കുറച്ച് നേരം എയർപോർട്ടിൽ ഇരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. നൈറ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആരുമില്ല ബസ്സിലൊക്കെ. നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അധികം ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഡോണർ മേടിച്ചിട്ട് എയർപോർട്ടിൽ പോയി കഴിക്കാമെന്ന് ഓർത്തു. പെട്ടി കയ്യിലുള്ളതുകൊണ്ടും മഴയായതുകൊണ്ടും ആഷിയാനും കൂടെ ഫ്രണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡ് മേടിച്ചിട്ട് പുറകെ വരാമെന്ന് പറഞ്ഞു. അവരെന്നെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. പ്ലാറ്റ്ഫോം 5 കേട്ടോ ട്രെയിൻ വരുന്നത്. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് വഴി പോകാമെന്ന് ഓർത്തു. കാരണം എൻ്റെ ബാഗിൽ 20 kg ഉണ്ട്. ട്രെയിൻ കയറാനും നമ്മൾ ഏർലി ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. കാരണം ഇനി മിസ്സാവണ്ടെന്ന് ഓർത്ത് കുറച്ച് മുന്നേ വന്നു. ആഷിക്കും മനുവിനും ഭയങ്കര വിശപ്പായതുകൊണ്ട് വിശപ്പ് സഹിക്കാൻ വരാതുകൊണ്ട് അവർ ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പ്ലാറ്റ്ഫോം ചെറുതായിട്ടൊന്നും ചേഞ്ച് ചെയ്തു. ഇത് ഇവിടെ സ്ഥിരം കലാപരിപാടിയാണ്, നമ്മൾ നോക്കിയിരുന്നില്ലെങ്കിൽ നമ്മൾ കാണില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ ട്രെയിൻ. ഞങ്ങൾ ട്രെയിനിൽ കയറി. എന്നെ കൊണ്ട് പെട്ടി ഒന്നും പിടിക്കാൻ സമ്മതിക്കാണ്ട് കുട്ടികൾ എല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർ മാക്സിമം എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കൂ കേട്ടോ. എന്നാൽ ഇവർ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടും, പ്രത്യേകിച്ച് ആഷി. ട്രെയിനിൽ കയറിയിട്ട് ബാക്കി ഫുഡ് കഴിക്കുക എന്നുള്ള ഐഡിയ ഞങ്ങളുടെ പോയിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള ഒക്കെ സ്മെല്ലൊക്കെ അടിക്കുമല്ലോ, അത് ശരിയല്ലല്ലോ എന്ന് നമ്മൾ പിന്നെ ഫുഡൊന്നും എടുത്തില്ല. ഒരു 15 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഇനി എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകണം. ഈ ട്രെയിൻ ചെന്ന് നിൽക്കുന്നത് എയർപോർട്ടിൻ്റെ ഉള്ളിലാണ്. പക്ഷേ അവിടെ നിന്ന് ലിഫ്റ്റ് എടുത്ത് നമുക്ക് മേളിലേക്ക് പോയാലേ പ്രോപ്പർ എയർപോർട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അനു ഇവിടെ വന്നാണ്, അതായത് ബെർലിൻ എയർപോർട്ടിൽ വന്നാണ് ഇറങ്ങിയിട്ടുള്ളത്. ഞാനും ആഷിയും ഇതുവരെ ഫ്രാങ്ക്ഫർട്ട് വഴി മാത്രമേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വലിയ പിടിയൊന്നുമില്ല. എയർപോർട്ട് കണ്ടിട്ടുണ്ട്, എയർപോർട്ടിൻ്റെ ഉള്ളിൽ പോയിട്ടും എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷേ ട്രാവൽ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങളുടെ കൂടെ ഒരുപാട് ആൾക്കാരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. മേളിലേക്ക് പോയി ലിഫ്റ്റ് താഴത്തേക്ക് ഇറങ്ങി വരുന്നില്ല. എന്ത് ക്ലിക്ക് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അവിടെ അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ല, ഒരു ബട്ടണും ഒന്നുമില്ല. അവസാനം എങ്ങനെയൊക്കെയോ ലിഫ്റ്റ് താഴെ എത്തി ഞങ്ങൾ മേളിലേക്ക് പോയി. ഒരു 1.5 വർഷം മുമ്പാണ് ലാസ്റ്റായിട്ട് എയർപോർട്ടിൽ വന്നത്. ഒരു ഫ്രണ്ടിൻ്റെ വീട് അടുത്തുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എയർപോർട്ട് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എയർപോർട്ടൊക്കെ കുറേ മാറിയല്ലോ എന്ന് പറഞ്ഞ് അന്വേഷണം കൂടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. നമ്മളിതൊരു വിഷയത്തിലേക്ക് എത്തിയില്ലല്ലേ. ഞാൻ എവിടെയാണ് പോകുന്നതെന്നല്ലേ? ഞാൻ പോകുന്നത് റൊമേനിയയിലേക്കാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കല്യാണത്തിന് മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് എപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷം മീറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ എനിക്കൊരു 6 ഡേയ്സിൻ്റെ ഓഫ് കിട്ടിയപ്പോൾ, ഓഫ് കിട്ടിയതല്ല ഞാനായിട്ട് ചോദിച്ച് വാങ്ങിച്ചപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. യൂഷ്വലി 4 ഡേയ്സ് വീക്കിലി വർക്കിംഗ് ഡേയ്സ് ആണെങ്കിലും നമുക്ക് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓഫ് ഡേയ്സ് ഒക്കെ എടുക്കാം കേട്ടോ. നിങ്ങളുടെ മാനേജേഴ്സൊക്കെ അടിപൊളിയാണെങ്കിൽ, എൻ്റെ മാനേജർ കുഴപ്പമില്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ഓഫ് ഡേ കിട്ടി. അതാണ് എനിക്കിപ്പോൾ ഇങ്ങനെ പോകാൻ സാധിച്ചത്. ബെർലിനിൽ നിന്ന് എനിക്ക് വെറും 2 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് ഉണ്ണിടത്ത് എത്താൻ പറ്റും. റൊമേനിയയിലേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും. റയനെയറാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ടെർമിനൽ 1 ഇപ്പോൾ ഞങ്ങൾ വന്ന് നിൽക്കുന്നത് കേട്ടോ. യൂഷ്വലി ടെർമിനൽ 1 ഫ്ലൈറ്റ്സ് എന്ന് അനു പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷേ ടിക്കറ്റിൽ അങ്ങനെ ഏത് ടെർമിനൽ അങ്ങനെയൊന്നും കൊടുത്തിട്ടുണ്ടായില്ല. ഈ സമയമായപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വല്ലാണ്ട് കൂടി വന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എല്ലാവർക്കും അറിയാം അധികം സീറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ അല്ലാണ്ട്. അപ്പം നമ്മളവിടെ താഴെ ഇരുന്നൊക്കെയാണ് ഫുഡ് കഴിച്ചത്. അവിടെ ഓൾറെഡി കുറച്ച് ഇന്ത്യൻ കുട്ടികളും ശ്രീലങ്കൻ കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. കോമഡി ആയിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോംലെസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു ഹോംലെസ് ഉണ്ട്, നമുക്ക് പോയി കാണാം. ഓക്കേ, come on guys. ഗൈസ്, ഇതാണ് നമ്മുടെ ഹോംലെസ്. അടുത്ത ഹോംലെസ്. അധികം സീറ്റ് ഇല്ലാത്തതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ താഴെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ നെയിൽ പോളിഷ് അങ്ങനെ ഇവിടെ ഇടാറില്ല, ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ. പിന്നെ പോകുന്ന സമയപ്പോൾ ചെറുതായിട്ടൊന്ന് നഖമൊക്കെ വളർത്തി. അപ്പോൾ എനിക്ക് എപ്പോഴും നെയിൽ പോളിഷ് ഇട്ടിടുന്നത് ആഷിയാണ്. അപ്പോൾ ഇന്നും അവളത് തുടരുന്നു, എയർപോർട്ടിൽ വെച്ചാണെന്ന് മാത്രം. പിന്നെ ഏകദേശം ഒരു ടൈം ആയപ്പോൾ 3:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ പയ്യെ ടെർമിനൽ 2 പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ഡോർസൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു ടെർമിനൽ 2 പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് അധികം കറങ്ങിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഒരു സ്റ്റാഫിനോട് ചോദിച്ച് വഴിയൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് പോകുന്നത്. കാരണം പല സ്ഥലത്ത് ലിഫ്റ്റും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായില്ല. അങ്ങനെ ടെർമിനൽ 2 എത്തിപ്പെട്ടു. അവിടെ ചെന്നപ്പോഴേക്കും അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. എന്നാലും റയനെയറിൻ്റെ കൗണ്ടർ തന്നെയായിരുന്നു കൂടുതൽ. ആൾക്കാരൊക്കെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനും ഓർത്തെന്നാലും വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. വീട്ടിൽ നിന്ന് നോക്കിയപ്പോഴേക്കും 19.7 ഉണ്ടായിരുന്നു.
ഇവിടെ വന്ന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമോ നോക്കാം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വെയിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെർഫെക്റ്റ് ആയിരുന്നു. വീട്ടിൽ നിന്ന് ചെക്ക് ചെയ്ത അതേ വെയിറ്റ്, ഒരു പോയിൻ്റ് അങ്ങോട്ടും ഇല്ല കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് പെട്ടിയൊക്കെ മാറ്റി അവിടെ ഇരുന്നു. പിന്നെ ആഷിൻ്റെ സെക്കൻഡ് കോട്ട് നെയിൽ പോളിഷ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്ലിറ്റർ ആയതുകൊണ്ട് അങ്ങനെ കറക്റ്റായിട്ട് കാണുന്നുണ്ടായില്ല. സെക്കൻഡ് കോട്ട് അടിക്കുവാണ്. നഖമൊന്നുമില്ല, പിന്നെ ഒരു ആർഭാടത്തിന് വേണ്ടി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പോകുന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ ഉണ്ണി അവിടെ ലീവ് എടുത്തിരിക്കുന്നുണ്ട്. ഉണ്ണിക്ക് സാറ്റർഡേ സൺഡേ ഓഫാണ്. അനു ഇത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു നമ്മളോട് വെയിറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് തന്നെത്താനെ ഇങ്ങനെ സ്ലിപ്പ് എടുത്ത് ബാഗിൽ പിൻ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുവാണ്. പിന്നെ ഓൺലൈൻ ചെക്കിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, കൗണ്ടറിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. ചെയ്യാം എന്നല്ല, അങ്ങനെ ചെയ്യണം, ഇപ്പം അത് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. അപ്പം നമ്മളതൊക്കെ ചെയ്തു. ഇതാകുമ്പോൾ നമുക്ക് വലിയ തലവേദന ഇല്ല, ക്യൂവിലൊന്നും വന്ന് നിൽക്കണ്ട, കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട. നമ്മൾ തന്നെ നമ്മുടെ ലഗേജ് എടുക്കുന്നു, ബാഗ് എടുക്കുന്നു, സ്ലിപ്പ് എടുക്കുന്നു, ഒട്ടിക്കുന്നു, അതങ്ങോട്ട് പറഞ്ഞു വിടുന്നു, അത്രയും തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് പുതിയ സിസ്റ്റം ആണെന്നാണ് അവർ പറഞ്ഞത്. ഇങ്ങനെ ക്യൂ നിൽക്കാണ്ടിരിക്കാനുള്ള സിസ്റ്റമാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് ആൾക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അയാളെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് എൻ്റെ പെറ്റി ഞങ്ങൾ കയറ്റി വിട്ടു. പോയിട്ട് വരാം ഗേൾസ്. ഇവരോട് ബൈ പറഞ്ഞൊന്ന് ബാത്റൂം പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഭയങ്കര ക്യൂ. ഞങ്ങൾ 3 പേരും വാഷ്റൂം പോയതുകൊണ്ട് ആരും ക്യൂവിൽ നിൽക്കാനുണ്ടായില്ല. ഈ ക്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ക്യൂ ആയിരുന്നേ. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ക്യൂ നിന്നത്. അപ്പോൾ ആഷീനെയും അനുവിനെയും ടാറ്റ പറഞ്ഞു വിട്ടു. അവർക്ക് ട്രെയിൻ ഉണ്ട് കുറച്ച് നേരത്തിനുള്ളിൽ. അപ്പോൾ അവർ പോയി. ഇനിയെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ, ഒറ്റയ്ക്ക് പോകാവുന്ന കേസുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് വേറെ ലഗേജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എൻ്റെ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ മേളിലേക്ക് പോവാണ്. സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഓൾറെഡി ക്യാമറ അലൗഡ് അല്ല, എല്ലാവർക്കും അറിയായിരിക്കും. പോകുന്ന വഴി ഞാനിങ്ങനെ ഗേറ്റ് നമ്പർ ഏതാണെന്ന് നോക്കി പോകുന്നുണ്ട്. അപ്പോൾ 6 മണിയുടെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ 4-5 മണിയാകുമ്പോഴേ ഓപ്പൺ ആവുള്ളൂ എന്ന് കാണിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ വേണ്ട. പക്ഷേ ഞാൻ എൻ്റെ ഫോണിൽ ആപ്പ് എടുത്തിട്ട് എല്ലാം രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോണിൽ അത് കാണിക്കും കേട്ടോ. ഫോണിൽ ഞാൻ കണ്ടു ഗേറ്റ് നമ്പർ ഏതാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ ഉന്നം വെച്ച് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇതുപോലെ ഡ്യൂട്ടി ഫ്രീ കണ്ടപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് കയറി. എനിക്ക് എന്താ അറിയില്ല, എവിടെ പോയാലും ഡ്യൂട്ടി ഫ്രീ കണ്ടതിന് അവിടെ ഒന്ന് കയറി പരതിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. സ്ഥിരമായിട്ട് ഞാനത് ചെയ്യുന്ന കാര്യം കേട്ടോ. ഇന്ന് വരെ ഡ്യൂട്ടി ഫ്രീ ഞാനൊരു മിഠായി പോലും മേടിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ ലിക്കേഴ്സൊക്കെ ഇരിക്കണ കാണാനുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പോയി തപ്പാറുമുണ്ട് എപ്പോഴും. പിന്നെ അവിടെ എന്തോ ഒരു ഓഫറും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ബ്രാൻഡഡ് പെർഫ്യൂംസ് ഇങ്ങനെ കൂടിയിട്ടിട്ട് ആൾക്കാരൊക്കെ അത് വന്ന് എടുക്കുന്നു, മേടിക്കുന്നു, അങ്ങനെ പല കലാപരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളതൊന്നും മൈൻഡാക്കിയില്ല. നമ്മൾ ആസ് യൂഷ്വൽ ഒന്നും മേടിക്കാറില്ലല്ലോ. പൊതുവേ ജർമ്മനിയിൽ വരുന്ന എല്ലാവരും പല കൺട്രീസ് വിസിറ്റ് ചെയ്യാറുണ്ട്. എല്ലാവരും എന്തായാലും നെതർലൻഡ്സും സ്വിറ്റ്സർലൻഡൊക്കെ പോയിട്ടുണ്ടാവും, മസ്റ്റായിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ഞാനും ആഷിയും ഇതുവരെ അങ്ങനെ പോയിട്ടില്ല കേട്ടോ. വേറൊരു കൺട്രിയിലേക്ക് നമ്മൾ ട്രാവലേ ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും ക്യാഷ് സേവ് ചെയ്യുക എന്നുള്ളൊരു ഉന്നം വെച്ച് മാത്രം നടക്കുന്ന 2 ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പോക്ക് ഭയങ്കര പുതുമയായിരുന്നു. പക്ഷേ നാട്ടിലേക്ക് പോയിട്ടുള്ള 2-3 എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. റയനെയർ ചീപ്പായിട്ടുള്ളൊരു എയർലൈൻസ് ആണ്. നമുക്ക് ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ വളരെ ചീപ്പായിട്ട് ടിക്കറ്റ് കിട്ടും. എനിക്ക് 45 യൂറോ മാത്രമേ ടിക്കറ്റിനായിട്ടുണ്ടായുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് അങ്ങനെ ആഷിനെയും അനുവിനെയും വിളിച്ചു. അവരെന്തെടുക്കുകയെന്നൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ 2 പേരും നല്ല ഉറക്കം വന്നിരിക്കും. എനിക്ക് ശരിക്കും പാവം തോന്നിയിട്ടോ. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സേഫായിട്ട് അവർ വീട്ടിലും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ വന്ന് ഗേറ്റ് ഏകദേശം ഫില്ലായി. ഇതൊരു ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. എന്നാലും ഫ്ലൈറ്റ് ഫുൾ പാക്ഡ് ആയിരുന്നു. അങ്ങനെ എല്ലാ ചെക്കിങ്ങും ക്ലിയറൻസും എല്ലാം കഴിഞ്ഞ് ഞാൻ ദേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇറങ്ങിയപ്പോഴേക്കും ഒരു 3-4 റയനെയർ ഇങ്ങനെ അടുപ്പിച്ച് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. സൺറൈസും ഇങ്ങനെ ഫ്ലൈറ്റും ഒക്കെ കൂടെ കാണാനായിട്ട്. ലാസ്റ്റായിട്ട് ഇതുപോലൊരു വിഷ്വൽ കണ്ടത് ഞാൻ ഫസ്റ്റ് നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ ഡൽഹിയിൽ വെച്ചിട്ടാണ്. പിന്നെ ഇപ്പോഴാണ് അങ്ങനെ കാണുന്നത്. രാവിലെ 5:30-5:45 നടക്കുന്ന കാര്യമുണ്ട്. എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായി. തലേദിവസം ഷിഫ്റ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടയേർഡും ആയിരുന്നു. ഒന്നും ചെയ്യാനില്ല, നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. എൻ്റെ ഫ്രണ്ട് മീനും എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ വിൻഡോ സീറ്റ് തന്നെ നോക്കിയുള്ളൂ എനിക്ക് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഫ്ലൈറ്റിൽ കയറി ഉടനെ ഉറങ്ങാം എന്നുള്ളൊരു അജണ്ടയിലായിരുന്നു ഞാൻ. കാരണം എനിക്ക് വേറെ വഴിയില്ല, ഇല്ലെങ്കിൽ അവിടെ ചെന്ന് ഞാൻ ഉണ്ണിയെ കാണുമ്പോൾ തന്നെ തളർന്ന് വീണ് പോവും. ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഉള്ള ഒരു ചെവിവേദന ബുദ്ധിമുട്ട് മാറാനായിട്ട് ഇങ്ങനെ ഹെഡ്സെറ്റിൽ ഹൈ വോളിയത്തിൽ പാട്ട് വെച്ചാൽ മതി കേട്ടോ. ഞാനതാണ് ചെയ്യാറ്, എനിക്കത് വർക്കാവാറുമുണ്ട്. അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു. ഞാൻ ഉണ്ണിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഉണ്ണി എല്ലാം വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ണി നേരത്തെ ഇറങ്ങി എയർപോർട്ടിലൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട് എന്നെ റിസീവ് ചെയ്യാൻ. ഫ്ലൈറ്റ് കയറിയത് ഞാൻ ഉറങ്ങിപ്പോയിട്ട് 2 മണിക്കൂർ നല്ല ഡീപ്പ് സ്ലീപ്പിലായിരുന്നു. അപ്പോഴേക്കും തന്നെ ഞാൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഷട്ടിൽ ബസ്സിൽ കയറി നേരെ അകത്തേക്ക് പോവുകയാണ്, അതായത് എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോവുകയാണ്. എനിക്ക് ബാഗേജ് ഉള്ളത് കൊണ്ട് തന്നെ അത് കളക്ട് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ബാഗിൽ നമ്പർ 5-ലാണ് ബാഗേജ്. അപ്പോൾ അവിടെ പോയി അത് കളക്ട് ചെയ്യണം.
എയർപോർട്ടിലുള്ള എനിക്ക് ഏറ്റവും മടുപ്പുള്ള കാര്യമാണ് ഈ ശയന പ്രദക്ഷിണം ചെയ്യാൻ. ദൂരം നടന്നാലാണ് നമ്മൾ പുറത്തേക്കൊന്ന് എത്തുക എന്നറിയാം. അത് എല്ലാ എയർപോർട്ടും എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. 1 തൊട്ട് 4 വരെയുള്ള ബാറ്റിലൊക്കെ അടുത്തെടുത്തു. അതിനുശേഷം 5, 6 മാത്രം ഏതോ ഉഗാണ്ടയിൽ. എങ്ങനെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ആദ്യമായിട്ടാണ് എൻ്റെ പെട്ടി ഫസ്റ്റ് വരുന്നത്. ഫസ്റ്റ് വന്ന 4ാമത്തെ പെട്ടി എൻ്റെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ പെട്ടിയും കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ഇങ്ങനെ പെട്ടിയും കൊണ്ട് പോവാണ്. ഇതിലൊക്കെ ഞാൻ ഉണ്ണീനെ വിളിച്ചു ചോദിച്ചാൽ എവിടെയെന്ന് വെച്ചപ്പോഴേക്കും ഉണ്ണി പറഞ്ഞു, ഞാൻ പുറത്ത് തന്നെ ഇരിപ്പുണ്ട്, നിനക്ക് നേരെ നോക്കി എന്നെ കാണാമെന്ന്. അപ്പോൾ ഞാൻ ഗ്ലാസ് ഡോറിൽ കൂടെ നോക്കിയപ്പോൾ ഉണ്ണി ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ എന്നെ കാണാൻ വേണ്ടി മിസ് ചെയ്യേണ്ട, നെറ്റ് കിട്ടുമോ, ഇനി കോൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കണം. പക്ഷെ എനിക്ക് കോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, എക്സ്ട്രാ ചാർജ് മേടിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഫൈനലി 3.5 മാസത്തിന് ശേഷം ഉണ്ണീനെ വീണ്ടും മീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞത്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണി തിരിച്ചു പോയതാണ്. ഫെബ്രുവരി 1 ഉണ്ണി തിരിച്ചു പോയത്. ഇപ്പോൾ ഏകദേശം മെയ് ഹാഫ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഉണ്ണിനെ ഒന്ന് കാണാൻ പറ്റിയത്. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ മീറ്റ് ചെയ്ത് ഉണ്ണി എനിക്കൊരു ബൊക്കെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൊക്കെയൊക്കെ തന്നെ ഉണ്ണിനെ റിസീവ് ചെയ്തു. പിന്നെ ഞാൻ നല്ലപോലെ വിശന്നിരിക്കുന്നതുകൊണ്ട് ഉണ്ണി എനിക്ക് വേണ്ടി ഒരു സാൻഡ്വിച്ച് മേടിക്കാനായിട്ട് ഒരു കടയിലേക്ക് പോയേക്കുവാണ്. അങ്ങനെ സാൻഡ്വിച്ച് മേടിച്ച് ഒന്നുകൂടെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ബുക്കാറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ടിലാണ് ഞാൻ വന്ന് ഇറങ്ങിയത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം 4 മണിക്കൂർ ട്രാവലിംഗ് നമുക്കുണ്ട് ഉണ്ണി താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ നമ്മൾ ബെർലിനിലുള്ള പോലെ തന്നെ ഇവിടെ നിന്നും ട്രെയിൻ നമുക്ക് കിട്ടും, കണക്ഷൻ ട്രെയിൻ. അപ്പോൾ അവിടെ ഇങ്ങനെ പോവാണ്. അവിടെ ചെന്ന് ഉണ്ണി ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ തന്നെ കണ്ട ഒരു ട്രെയിനിൽ കയറി ഒരു സെൻറ്ററിലേക്ക് ഫസ്റ്റ് ചെന്നു. അവിടെ നിന്നാണ് പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ട്രാവലും കാര്യങ്ങളും ഒരു ലാൻഡ്സ്കേപ്പൊക്കെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായിരുന്നു. ഭയങ്കര കുട്ടി ട്രെയിൻ. ഞാൻ ബെർലിനിലാണ് ഇങ്ങനെ വലിയ വലിയ ട്രെയിൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. ഇതുപോലെ കുട്ടി ട്രെയിനൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നല്ല പച്ചപ്പും ഹരിതാപവുമായിട്ടുള്ള വളരെ നല്ലൊരു സ്ഥലം. എനിക്ക് ശരിക്കും കൊച്ചിയിൽ പോയൊരു ഫീൽ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴേക്കും. എന്താ അറിയില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഒരു യൂറോപ്യൻ കൺട്രിയിലുപരി നാട്ടിലൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഒരു 30 മിനിറ്റ്സ് എടുത്തിട്ടാണ് നമ്മൾ ആ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയത്. ഞാൻ വളരെ ടയേർഡായതുകൊണ്ട് ഏത് സ്ഥലം എന്താണെന്ന് ഞാൻ ഉണ്ണിയോട് ചോദിക്കാൻ പോലും നിന്നില്ല. കാരണം എൻ്റെ ട്രാവലിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 8 മണിക്കൂറോളം ആയിട്ടുണ്ടല്ലോ. ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു. ഈ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമുക്ക് ആക്ച്വലി ബസ് കിട്ടും. പക്ഷേ ഞാൻ ടയേർഡായതുകൊണ്ട് ഉണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ അധികം കറങ്ങണ്ടാന്ന്, നമുക്കൊരു ബോൾട്ട് എടുത്തിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ ബോൾട്ട് എടുത്ത് ബസ് സ്റ്റോപ്പിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ബിക്കോസ് കാറാണെങ്കിൽ 15 മിനിറ്റ്സും പിന്നെ ഒരു ബസ്സാണെങ്കിൽ 40-45 മിനിറ്റ്സാണ് കണ്ടത്. അപ്പോൾ അത്രയും വീണ്ടും കറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബിൽഡിംഗ് കണ്ടപ്പോൾ ഉണ്ണി പറഞ്ഞത് എന്താ കുത്തബ് മീനാറാണോ, ചെറിയൊരു ചരിവുണ്ടല്ലേ അതിന്. ഞാനിങ്ങനെ പുതിയൊരു കൺട്രി കണ്ടതിൻ്റെ കൗതുകത്തിലും ഓരോ കടകളുടെ പേരും പിന്നെ ജർമ്മനിയിലുള്ള പോലത്തെ തന്നെ ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഉണ്ട്, കോഫ്ലാൻഡും പെന്നിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഉണ്ണി അത് പറയുന്നുണ്ടായിരുന്നു നേരത്തെ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പ് എത്തി. ഞാൻ സാൻഡ്വിച്ച് കഴിച്ചു. അപ്പോൾ ഇതാണ് ബസ് കണ്ടിട്ട് സത്യത്തിൽ എനിക്ക് ചിരി വന്നിട്ട് വരുന്നു. കാരണം ഉണ്ണി താമസിക്കുന്ന സ്ഥലം കുറച്ച് ഉള്ളിലേക്കാണ്. അപ്പോൾ ഇതുപോലെ ടെമ്പോ ട്രാവലർ ഇങ്ങനെ ഷട്ടിലടിക്കാറുണ്ട് ബസ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊരു പ്രോപ്പർ ബസ്സല്ല കേട്ടോ. പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ല, അല്ലാതെ ഈ ബസ് ഇങ്ങനെ ഫില്ലാകുമ്പോൾ അവർ കൊണ്ടുപോയി മറ്റേ സ്ഥലത്ത് ഇറക്കും, അത്രേ ഉള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി ഏകദേശം ഉണ്ണിയുടെ വീടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ട്രാവലിംഗ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നും നമുക്ക് ബസ് കിട്ടും. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് വയ്യാത്തത് കൊണ്ട്, ഞാൻ ഭയങ്കര ടയേർഡായതുകൊണ്ടും ഉണ്ണി ഞാനും തലേദിവസം ഉറങ്ങാത്തത് കൊണ്ടും നമ്മൾ ഇവിടെ നിന്നും ബോൾട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് വേണ്ടി ഒരു സിം എടുക്കാൻ വേണ്ടി പോയേക്കാണ് ഉണ്ണി, ഒരു ടെമ്പററി സിമ്മ്. കാരണം എൻ്റെ സിം ഇവിടെ വർക്കാവില്ല, എനിക്ക് നെറ്റും കിട്ടില്ല. അപ്പോൾ ഉണ്ണി വർക്കിന് പോകുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. സോ എനിക്കൊരു സിം എടുത്തു. അതിന് ശേഷം നമ്മുടെ ബോൾട്ട് വന്നു. നമ്മൾ ബോൾട്ടിൽ കയറി നേരെ വീട്ടിലേക്ക് വിട്ടു. ഉണ്ണി ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ വരാൻ തീരുമാനിച്ചത് കേട്ടോ. പുറത്തൊക്കെ പോയി നിൽക്കാന്ന് വെച്ചാൽ അത്ര നല്ല കാര്യമല്ല. പിന്നെ അധികം ദിവസം നമുക്ക് നിൽക്കാനും പറ്റില്ല. ഇപ്പോൾ ഉണ്ണി ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് ഉണ്ണിയുടെ അടുത്ത് പോയി നിൽക്കാം ഇടക്ക്. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു. പിന്നെ നമ്മൾ ബോൾട്ട് ഇറങ്ങി ഉണ്ണിയുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ച് ഞാൻ വ്ലോഗ് എൻഡ് ചെയ്യുവാണ്. ഇനി അങ്ങോട്ട് എടുക്കാനുള്ള പ്രാണി എനിക്കില്ല ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ ഓൾ.